സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുൾ റഹീമിന്റെ ശിക്ഷാ കാലാവധി പൂർത്തിയാകുന്നു. നാളെ ശിക്ഷാ കാലാവധി പൂർത്തിയായാൽ റഹീമിനെ നാട്ടിലേക്ക് കയറ്റി അയക്കാനുള്ള നടപടികൾ ആരംഭിക്കും. റഹീമിന്റെ പാസ്പോർട്ട് അടക്കമുള്ള രേഖകൾ ഇതിനകം തയ്യാറായിട്ടുണ്ട്. 2006 നവംബർ മാസമാണ് കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീം സൗദി ജയിലിലാകുന്നത്. സൗദി ബാലൻ അബദ്ധത്തിൽ മരിച്ച കേസിലാണ് അറസ്റ്റിലായത്. ലോകമെമ്പാടുമുള്ള മലയാളികൾ സ്വരൂപിച്ച 34 കോടി രൂപ ദിയാധനം നൽകിയാണ് കൊല്ലപ്പെട്ട സൗദി ബാലന്റെ കുടുംബം മാപ്പ് നൽകി അബ്ദുൾ റഹീം വധശിക്ഷയിൽ നിന്നും ഒഴിവായത്. എന്നാൽ തടവ് ശിക്ഷ നാളെ പൂർത്തിയാവുകയാണ്. അതേസമയം അബ്ദുൾ റഹീം ജയിൽ മോചിതനായാലും ഇന്ത്യൻ സമൂഹമടക്കമുള്ളവരുമായി സൗദിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തുവാൻ ആവില്ലെന്നാണ് സൂചന. ജയിൽ അധികൃതർ തന്നെ അദ്ദേഹത്തെ ജയിലിൽ നിന്ന് മോചിപ്പിച്ച് നേരിട്ട് റിയാദ് കിങ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ച് നേരിട്ട് അവർ തന്നെ നാട്ടിലേക്ക് വിമാനത്തിൽ അയക്കുകയായിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ അബ്ദുറഹീമിന് റിയാദിൽ പുറത്തിറങ്ങുവാനോ അദ്ദേഹത്തെ സഹായിച്ച സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ രംഗത്തുള്ള പ്രവർത്തകരെ കാണുവാനോ നന്ദി അറിയിക്കുവാനോ ഒരുപക്ഷെ കഴിഞ്ഞില്ല എന്ന് വരാം. ശിക്ഷാ കാലാവധി പൂർത്തിയാകുന്നതോടെ അബ്ദുൾ റഹീമിനെ ജയിലിൽ നിന്നും നാട്ടിലേക്ക് നേരിട്ട് കയറ്റി അയക്കും. നാട്ടിലേക്ക് പോകുവാനുള്ള താൽക്കാലിക പാസ്പോർട്ട് ഇന്ത്യൻ എംബസി തയ്യാറാക്കിയിട്ടുണ്ട്. റഹീം ജയിൽ മോചിതനാകുന്നതിലെ സന്തോഷത്തിലാണ് ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹം. ജാഫർ അലി പാലക്കോട്, മാതൃഭൂമി ന്യൂസ്, ജിദ്ദ.